ഹലോ ഫ്രണ്ട്സ്, ഡോക്ടർ മൊബൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന സെറ്റാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ലോഗോ ഓൺലി അല്ലെങ്കിൽ സിസ്റ്റം യു ഐസ് നോട്ട് റെസ്പോണ്ടിങ്. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട കാണുക. കാരണം നാളെ നിങ്ങളടുത്ത് ഇതുപോലൊരു ഹാൻഡ്സെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട കാണുക കേട്ടോ. അതുപോലെ തന്നെ റെഡ്മി നോട്ട് 10 പ്രോയുടെ ഒരു വീഡിയോ എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ ഞാൻ വളരെ കുറവാണ് അപ്ലോഡ് ചെയ്യാറ്. കാരണം ഇതിൽ വ്യൂവേഴ്സ് കുറവായതിനെ കൊണ്ടും സബ്സ്ക്രൈബർ കുറവായതിനെ കൊണ്ടും ഇതൊരു സെക്കൻഡറി ചാനലായിട്ട് തുടങ്ങിയാണ്. കാരണം ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. എൻ്റെ മറ്റേ ചാനൽ ഹിന്ദിയിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മലയാളത്തിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഞാൻ റെഡ്മി നോട്ട് 10 പ്രോയുടെ ചെയ്തിട്ടുണ്ട് ഈ സെയിം കംപ്ലയിൻറ്റ്. അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയിട്ടുണ്ട്, എൻ്റെ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ ഇത് 10 പ്രോ മാക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് നിങ്ങളടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ലോഗോയിലാണ് നിൽക്കുന്നത്. ചില ടൈമിൽ ഇത് കുറേ നേരം ലോഗോയിൽ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ സിസ്റ്റം യു ഐ നോട്ട് റെസ്പോണ്ടിങ്, ഇത് കണ്ടില്ലേ, സിസ്റ്റം യു ഐ നോട്ട് റെസ്പോണ്ടിങ് എന്ന് വരിക കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ വരുന്നത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ പ്രോബ്ലം വരുന്നത്. കാരണം ഈ റെഡ്മി, പോക്കോ അങ്ങനത്തെ സീരീസിലൊക്കെ അപ്ഡേറ്റ് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് ഹാർഡ്വെയറിലേ പിന്നെ ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൾറെഡി സ്ക്രൂ എല്ലാം അയച്ചു വെച്ചിട്ടുണ്ട്. കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇതിൻ്റെ സ്ക്രൂകളെല്ലാം ഞാൻ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വേറെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് എൻ്റെ മറ്റേ മെയിൻ ചാനലിലുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഒരുപാട് ടിപ്സുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി മുതൽ ഈ ചാനലിലും മലയാളത്തിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. കാരണം നിങ്ങൾ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. കാരണം കൂടുതൽ ആളുകൾ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. കാരണം ഒരുപാട് ആവശ്യമുള്ള ടിപ്സുകൾ, അതായത് മെയിനായിട്ടുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു സെറ്റ് ചെയ്യാം. ഏത് ഹാൻഡ്സെറ്റ് വന്നാലും ആദ്യം നമ്മളത് അയച്ചു വെച്ചിട്ട്, ഏത് ഹാൻഡ്സെറ്റ് ആയിക്കോട്ടെ അതിൻ്റെ ക്യാമറകളൊക്കെ ആദ്യം ഊരി വെക്കുക കേട്ടോ. ഹാർഡ്വെയർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഊരി വെക്കുക. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം തന്നെ ഹാർഡ്വെയർ നമ്മൾ ബോർഡിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ക്യാമറകളും കാര്യങ്ങളെല്ലാം ഊരി വെക്കുക. ഏത് ഹാൻഡ്സെറ്റ് ആയിക്കോട്ടെ ക്യാമറകളും കാര്യങ്ങളും ഊരി വെച്ചതിന് ശേഷം, അയച്ചു വെച്ചതിന് ശേഷമായിരിക്കണം ബാക്കി നമ്മൾ ബോർഡിൽ പണി തുടങ്ങേണ്ടത്. ഈ കംപ്ലൈൻറ്റ് വരുന്നത് ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നത്. സിസ്റ്റം യു ഐ നോട്ട് റെസ്പോണ്ടിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക, ലോഗോയിൽ സ്റ്റക്ക് ആവുന്നതും അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളടുത്ത് വരുമ്പോൾ കസ്റ്റമർ കംപ്ലയിൻറ്റ് പറയുന്ന നേരം നിങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്യാനൊന്നും നിൽക്കേണ്ട. ഡയറക്റ്റ് ഞാൻ എന്താണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്താൽ തന്നെ നിങ്ങളെ പ്രോബ്ലം സോൾവ് ആവും. കാരണം അങ്ങനെ വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് മറ്റേ കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് സോഫ്റ്റ്വെയർ കംപ്ലയിൻ്റ് ആണോ ഹാർഡ്വെയർ കംപ്ലയിൻ്റ് ആണോ എന്ന്. തീർച്ചയായിട്ടും ഇത് ഹാർഡ്വെയർ കംപ്ലയിൻ്റ് ആണ്. ഹാർഡ്വെയർ ചെയ്താലേ ഇത് ശരിയാവത്തുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട നിങ്ങളാരും. ഡയറക്റ്റ് ഞാൻ എന്താണോ ഇതിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇതിൻ്റെ CPU പ്രശ്നമാണ്. CPU റീബോൾ ചെയ്താൽ മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ടാവും ഇങ്ങനെ സെറ്റ് വരുമ്പോൾ ജസ്റ്റ് അവിടെയും പവർ നീറ്റ് അടിക്കുക, അവിടെ ഹീറ്റ് അടിക്കുക, അങ്ങനെയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഡയറക്റ്റ് ഇതിൻ്റെ CPU കളിക്കുക കേട്ടോ. വെറുതെ ഹീറ്റ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവുന്ന സെറ്റും ശരിയാവത്തില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഷീൽഡ് കട്ട് ചെയ്യുന്ന എൻ്റെ കയ്യിൽ മോട്ടറുണ്ട്, മോട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഷീൽഡ് കട്ടർ കൊണ്ടോ എങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യുന്നത് നിങ്ങളെ രീതിയിൽ കട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഷീൽഡ് കട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ താല്പര്യം പോലെ ഈ ഷീൽഡ് കട്ടറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ നമുക്ക് വേണ്ട ഭാഗം മാത്രം കട്ട് ചെയ്യാം. മുഴുവനായിട്ട് ഷീൽഡ് ഓപ്പൺ ചെയ്യാണ്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഏരിയ എത്രയാണോ അത്ര മാത്രം ഷീൽഡ് കട്ട് ചെയ്യുക. ഓക്കെ, ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തികേടായിരിക്കും. അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഭാഗം മാത്രം കട്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ മെയിൻ ചാനൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാരണം രണ്ടിലും വേറെ വേറെ വീഡിയോസാണ് വരുന്നത്. ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇടണമെന്നുണ്ട്. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും ഒരുപാട് നല്ല ഹെൽപ്ഫുൾ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വേണ്ട ഭാഗം മാത്രം കട്ട് ചെയ്യട്ടോ. മുഴുവനായിട്ട് ഷീൽഡ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗമ്മൈസിയാണ്, ഗമ്മൈസി അതിനെക്കൊണ്ട് നമുക്ക് ബ്ലേഡ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് വേണം. അപ്പോൾ അതിനനുസരിച്ച് ഷീൽഡ് കട്ട് ചെയ്യുക. ഓക്കെ, ഇനി മുഴുവനായിട്ട് കട്ട് ചെയ്താലും പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ അതൊരു വൃത്തികേടായിരിക്കും. നമുക്ക് വർക്ക് ചെയ്യേണ്ട ഏരിയ അത്രമാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിൻ്റെ ലിങ്കും നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക.
ഈ വീഡിയോയിൽ ഞാൻ CPU ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ടിപ്സും കാര്യങ്ങളും മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. കാരണം ഞാൻ വീഡിയോ IC റീബോൾ ചെയ്യുന്നതോ എടുക്കുന്നതോ ഒന്നും കാണിക്കുന്നില്ല. അതിന് വേണ്ട ടിപ്സുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഷീൽഡ് കട്ട് ചെയ്തതാണ്. എനിക്ക് വർക്ക് ചെയ്യേണ്ട ഏരിയ മാത്രമാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ശ്രമിക്കുക, വർക്ക് ചെയ്യേണ്ട ഏരിയ മാത്രം കട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ റീബോളിങ്ങും കാര്യങ്ങളും IC റിമൂവ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് അതിന് വേണ്ട ടിപ്സുകൾ അത് മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഞാനിവിടെ ഇതിൻ്റെ ഇ ഒ എഫ് എസ് കവർ ചെയ്തിട്ടുണ്ട്. കാരണം അതിന് ഹീറ്റ് കൊള്ളണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങളും ഈ ഹീറ്റ് റെസിസ്റ്റിംഗ് ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാനതാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾ ഹീറ്റ് റെസിസ്റ്റിംഗ് ടാപ്പ് അല്ലെന്നുണ്ടെങ്കിൽ വല്ല ഷീൽഡോ എന്തെങ്കിലും ഉപയോഗിക്കുക UFSൻ്റെ മുകളിൽ കേട്ടോ. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ബ്ലേഡ് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ബ്ലേഡ് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്ലേഡ് ഉപയോഗിക്കണം. കാരണം ഹാർഡായ ബ്ലേഡ് ഉപയോഗിക്കരുത്, അത് പ്രിൻ്റ് ഡാമേജ് ആവും. അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്ലേഡ് ഉപയോഗിക്കുക. അതുപോലെ ഏത് IC ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബ്ലേഡ് ഇൻസേർട്ട് ചെയ്യുന്നത് പതിയെ ആവണം. ഒരിക്കലും അർജൻറ്റ് കൂട്ടി ചെയ്യരുത്. കാരണം അർജൻറ്റ് കൂട്ടി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വർക്ക് എന്തായാലും ശരിയാവത്തില്ല. അതുകൊണ്ട് ഇതുവഴി ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹീറ്റ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അകത്തോട്ട് ചെല്ലും ബ്ലേഡ്. ഒരിക്കലും ഫോഴ്സായിട്ട് ചെയ്യരുത്. ഫോഴ്സായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രിൻ്റ് ഡാമേജ് ആവും, ICയിൽ സ്ക്രാച്ച് വരും. അപ്പോൾ ഓൾറെഡി അത് ഹീറ്റ് ആവുന്നതിനനുസരിച്ച് ബ്ലേഡ് ഓട്ടോമാറ്റിക്കായി ഉള്ളിലോട്ട് പോകും പതിയെ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരുപാട് ആളുകളുണ്ടാവും ഫ്രഷ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ റീബോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇതിൽ ഇതാക്കിയിട്ടില്ല. മറ്റേ IC റീബോൾ ചെയ്ത് വെച്ചതാണിത്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബോർഡ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ബോർഡിലെ ഗമ്മും ICയിലെ ഗമ്മും നന്നായിട്ട് ക്ലീൻ ആയാൽ മാത്രമേ IC പ്രോപ്പറായിട്ട് ഫിക്സ് ആവുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ബോർഡിലൊന്നും കുറച്ച് പോലും ഗമ്മ് പൊങ്ങി കിടക്കുന്നില്ല. ബോർഡിലായാലും ICയിലായാലും ഗമ്മ് പൊങ്ങി കിടക്കരുത്. ഗമ്മ് പൊങ്ങി കിടക്കാന്നാൽ IC കറക്റ്റ് ഫിറ്റ് ആവത്തില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ IC റീബോൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടോ ഇല്ല എന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വെറും ജസ്റ്റ് ഒരു വീഡിയോ ആണ്. ഒരുപാട് ഹെൽപ്ഫുൾ വീഡിയോസ് ഇതിന് ശേഷം ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.